ഹായ് ഓൾ, വെൽക്കം ടു കാർപ്പെ ഡീം. ഇന്ത്യൻ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ തലവനായ ആദ്യ വനിതാ ക്രിക്കറ്റ് താരം ആര്? ശാന്ത രംഗസ്വാമി. ഐ ആം ജോർജിയ, മൈ റൂട്ട്സ് മൈ പ്രിൻസിപ്പിൾസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ജോർജിയ മേലോനി. അടുത്തിടെ ഇന്ത്യയിൽ നിന്നും യുനെസ്കോ ബയോസ്ഫിയർ റിസർവുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ബയോസ്ഫിയർ റിസർവ് ഏതാണ്? കോൾഡ് ഡെസേർട്ട്. ദക്ഷിണേന്ത്യയിലെ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഗ്രാമം ഏതാണ്? കൊണ്ടറെഡ്ഡിപ്പള്ളി. ഇന്ത്യയിലെ പുതിയ റംസാർ സൈറ്റുകൾ ഏതെല്ലാം? ഗോകുൽ റിസർവോയർ, ഉദയ്പൂർ തടാകം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാലം ഏതാണ്? ഹുവാജിയാങ് ഗ്രാൻഡ് കാന്യൻ പാലം. 2025 ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വേദി എവിടെയാണ്? ഇന്ത്യയും ശ്രീലങ്കയും. ഇടുക്കി ദേവികുളത്തെ ജൈവ വൈവിധ്യ മേഖലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം കാപ്പിച്ചെടി ഏതാണ്? ഒഫിയോറിസ എക്കിനാറ്റ. യുനെസ്കോയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? ഖാലിദ് എൽ എനാനി, ഈജിപ്ത്. ചികിത്സക്കായി ആശുപത്രിയിലെത്തുന്നവരെ രോഗികൾ എന്നതിന് പകരം മെഡിക്കൽ ഉപഭോക്താക്കൾ എന്ന് അഭിസംബോധന ചെയ്യണമെന്ന് ഉത്തരവിട്ട സംസ്ഥാനം തമിഴ്നാട്. സ്പേസ് എക്സ് സ്ഥാപകനായ ഇലോൺ മസ്ക് അവതരിപ്പിച്ച AI എൻസൈക്ലോപീഡിയ ഏതാണ്? ഗ്രോക്ക് പീഡിയ. ന്യൂഡൽഹിയിൽ നടന്ന 12ാമത് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും അധികം മെഡൽ നേടിയ രാജ്യം? ബ്രസീൽ 44 മെഡലുകൾ. ഇന്ത്യ 22 മെഡലുകളുമായി 10ാം സ്ഥാനത്താണ്. ലോകത്തെ ഏറ്റവും ഉയരമുള്ള വാഹന ഗതാഗത യോഗ്യമായ റോഡ് നിർമ്മിച്ചതെവിടെ? ലഡാക്ക്. 5913 മീറ്റർ ഉയരം. വിദേശത്ത് നിർമ്മിക്കുന്ന എല്ലാ ചലച്ചിത്രങ്ങൾക്കും 100% തീരുവ ചുമത്തിയ രാജ്യം? അമേരിക്ക. ഈയിടെ 100ാം വയസ്സിലേക്ക് കടന്നത് ആരുടെ ആത്മകഥയാണ്? മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ. 1925 നവജീവനിലാണ് ആദ്യമായി ഗാന്ധിജിയുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത്. ഈയിടെ പൊട്ടിത്തെറിച്ച ഇന്ത്യയിലെ ഏക ചെളി അഗ്നിപർവ്വതം? ആൻഡമാൻ നിക്കോബാറിലെ ബാരാതാങ്ങിൽ. 2025 ആഗോള ടൂറിസം അവാർഡ് നേടിയ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. അരുണാചൽ പ്രദേശിൽ ഇന്ത്യൻ സൈന്യം ഏത് പ്രത്യേക സൈനിക അഭ്യാസമാണ് നടത്തിയത്? ഡ്രോൺ കവച്. ഇന്ത്യയിലെ ആദ്യത്തെ ശൈശവ വിവാഹരഹിത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏതാണ്? ബലോഡ്. 2025 ജപ്പാൻ ഓപ്പൺ കിരീടം നേടി ആ വർഷത്തെ 8ാമത്തെ കിരീടം സ്വന്തമാക്കിയ താരം ആരാണ്? കാർലോസ് അൽക്കാരസ്. 2025-26 സാമ്പത്തിക വർഷത്തിലെ 4ാമത്തെ ദ്വൈമാസ ധനനയത്തിൽ RBI എത്ര ശതമാനമാണ് റിപ്പോ നിരക്ക് നിലനിർത്തിയത്? 5.5%. UNEP യങ് ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് 2025 പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ്? ജിനാലി പ്രണബ് മോദി. 2027 വരെ ഇന്ത്യയുടെ അറ്റോർണി ജനറലായി വീണ്ടും നിയമിതനായത് ആരാണ്? R വെങ്കിട്ടരമണി. 2024 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? NS മാധവൻ.